ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ ആത്മഹത്യയിൽ പരാതിയുമായി കുടുംബവും. ഭരണം മാറിയ ശേഷം ഓഫീസിലെ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയെന്നാണ് ആശാലത പറഞ്ഞതെന്ന് ഭർത്താവ് പറയുന്നു. രാഷ്ട്രീയം നോക്കി നോട്ടപ്പുള്ളിയാക്കിയെന്നാണ് ആരോപണം. സ്ഥലം മാറ്റത്തിന് ശേഷം ആശാലത കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. അത് ഒരാഴ്ച മുമ്പ് വരെ ഇതാണ് സംഭവം പറഞ്ഞു. ഓഫീസിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ആൾക്കാരൊക്കെ സ്ഥലം മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മൂഡ് ഓഫിലാണ് എന്നോട് സംസാരിച്ചതാണ്. വേറെ എന്ത് കാര്യത്തിൽ മുന്നിലുണ്ടാകുന്ന ആളാണ്. റീസണൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെയും സ്ഥലം മാറ്റി. ഇനിയിപ്പോൾ ഏകദേശം കുറേ പേര് ഇങ്ങനെ സ്ഥലം മാറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്നോടും പറഞ്ഞത് ഒരാഴ്ച മുമ്പായിട്ട്. പിന്നെ ആടെന്താ തിരുവാതിൻ്റെ പ്രശ്നം, അതിലും ചേർത്തില്ല, ഒന്നും പറഞ്ഞില്ല, അങ്ങനത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഈ പാർട്ടിയിലെല്ലാം മുന്നിൽ പോകുന്നതിനോട് എന്നെയും ചിലപ്പോൾ നോട്ട പൊളിയാക്കി വെച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞിരുന്നു. അറിയണമെന്ന് അതായത് ഈ നിസ്സാര പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഒരു മനക്കെട്ടിയില്ലാത്ത ആളുമല്ല. ഞാൻ ഗൾഫിലുണ്ടാകുന്ന സമയത്ത് ഒരാഴ്ച അങ്ങനെ വിളിച്ചിട്ടുമ്പോൾ അവൾ പറഞ്ഞിരുന്നു ഓഫീസിൽ എല്ലാവരും ഒന്ന് ഒറ്റപ്പെടുത്തുമെന്നു. ഞാൻ ഇന്ന് ശനിയാഴ്ച രാവിലെ എത്തിയത്. അപ്പോൾ ചോദിച്ചപ്പോൾ അവളും അത് തന്നെ പറഞ്ഞത്. ഒപ്പം ഞാൻ നീതി ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെയാണ് പറഞ്ഞു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല, എത്ര പറഞ്ഞു. മുമ്പേ പറഞ്ഞിരുന്നു ഇങ്ങനെ ഭരണം മാറി ഇത് മാറ്റിയിട്ടയക്കുമ്പോൾ ഇത് മുകളിലത്തെ റൂമിൽ വേറെ തന്നെ ഒറ്റപ്പെട്ട പോലെയാണ് അവിടെ ജോലി എടുക്കുന്നത്. ആൾ കുറച്ച് ഡിപ്രഷനിൽ പോലെ ആണ് അതിന് ശേഷം ഉണ്ടായത്. അത്രയും നല്ല ആക്റ്റീവായിട്ട് എന്തുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ ഫാമിലി ഓർ മാത്രമേ ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളെ ആയിട്ടുള്ളൂ. ഓഫീസിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഷനിലാണെന്ന് ആശാലത പറയുന്ന ഓഡിയോ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. പിന്നെ കുറച്ച് പ്രശ്നത്തിലാണുള്ളത്, കുറച്ച് ടെൻഷനെല്ലാം ഉണ്ട്. ഓഫീസിലത്തെ കാര്യം വീട്ടിലത്തെ കാര്യമെല്ലാം ആയിട്ട്. അതുകൊണ്ട് എനിക്കെന്തോ അതിൽ ചർച്ച ചെയ്യാനുള്ള അത്ര മൂഡ് വന്നിട്ട് അതുകൊണ്ടാണ് വരാത്തത്. എനിക്ക് നല്ലോണം കഴിയുന്നില്ല മനസ്സിനും ശരീരത്തിനും. അതുകൊണ്ടാണ് ഞാനൊന്നിനും കൂടാത്തത്. അതുകൊണ്ടാണ് പിന്നെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും. ഇതുവരെ ഉണ്ടായ പോലെ തന്നെ ഇനിയും ഉണ്ടാവും. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, ഇപ്പോൾ ആശാലതയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് ആർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? എന്താണ് അതിൽ വിശദമായി തന്നെ വ്യക്തമാക്കുന്നത്? സ്മൃതി, സ്ഥലം മാറ്റത്തെ തുടർന്ന് വലിയ മാനസിക വിഷമം ആശാലത നേരിട്ടിരുന്നു, മാനസിക സംഘർഷത്തിലായിരുന്നു എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. ആ നിലയിലുള്ള പരാതിയുമായിട്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിട്ടുള്ളത്. നേരത്തെ റവന്യൂ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ആശാലതയെ ഈ ഭരണമാറ്റത്തിന് ശേഷമാണ് ആശാലതയെ ഈ എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയത്. ആശാലത സജീവമായ ഇടതുപക്ഷ പ്രവർത്തക കൂടിയാണ്, NGO യൂണിയന്റെ ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. ആ നിലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ അതിലുണ്ടായി എന്ന് കുടുംബം ആരോപിക്കുകയാണ്. നേരത്തെ ഈ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ആശാലതയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന സംബന്ധിച്ചുള്ള സൂചനകൾ മാത്രമാണ് പുറത്തു വന്നത്. ഇപ്പോൾ അതിൽ കുടുംബം തന്നെ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മെയ് 12-ാം തീയതിയാണ് ആശാലതയെ ഈ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരുന്നത്. അതിനുശേഷം വളരെ ആക്റ്റീവായിരുന്ന ജോലിക്കാര്യത്തിൽ മാത്രമല്ല ഈ കളക്ടറേറ്റിലെ മറ്റു പരിപാടികളിലെല്ലാം വളരെ സജീവമായിരുന്ന ആശാലത പിന്നീട് വലിയ മാനസിക സംഘർഷത്തിലേക്ക് പോയി. ആ കുടുംബത്തിലെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ പോലും ഇടപെടാൻ കഴിയാത്ത രീതിയിൽ ആളും പെട്ടെന്ന് മാറിപ്പോയി എന്നതാണ് സഹോദരങ്ങളും ഭർത്താവും പറയുന്നത്. അത് പല തവണയായി സഹോദരങ്ങളോട് ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് വലിയ ജോലി പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സ്ഥലം മാറ്റി അതിനുശേഷം തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവിടെ പരിപാടികളിൽ നിന്നെല്ലാം ഈ ഓണത്തിൻ്റെ ഭാഗമായി തിരുവാതിര പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അതിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് ഉൾപ്പെടെ പുറത്താക്കിയ കാര്യങ്ങളും ഈ സഹോദരങ്ങളോട് ആശാലത പങ്കുവച്ചിരുന്നു. ഭർത്താവിനോട് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ഈ ഓഫീസിൽ ഒറ്റപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും നിയമപരമായി അതിൽ അന്വേഷണം വേണം. എന്താണ് കൃത്യമായിട്ടുള്ള റീസൺ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതിനകം ആശാലതയുടെ ഫോണ് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു കൂടുതൽ വ്യക്തത വരും എന്നതാണ് പറയുന്നത്. അതോടൊപ്പം ജില്ലാ കളക്ടർ ഇതിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ADM-നാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. എന്തായാലും പരാതിയുമായി കുടുംബം രംഗത്ത് വന്നു. ഈ സ്ഥലം മാറ്റത്തെ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. അത് പിന്നീട് ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണമായി എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. അതിലെന്തായാലും അന്വേഷണത്തിലൂടെ ആണ് വ്യക്തത വരേണ്ടത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.